students. In the last class we had learned about learning business informations as well as sources or types of getting business information. Today we are going to discuss about the methods or techniques of learning business information. ബിസിനസ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് ഇൻഫർമേഷൻ എന്തായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യുന്നതിനെയാണ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലേ? ഈ പ്രോസസ്സിൽ തന്നെ നമ്മൾ പ്രാക്ടീസസ് കാണും, ഫങ്ഷൻസ് കാണും, കമ്പോണൻസ്, ഇഷ്യൂസ്, അങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്ത് വേണേ ആവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്തൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനിയിൽ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തൊരു ചെറിയൊരു കമ്പനി ഉണ്ട്, തടുക്ക് മേ ബി ആലപ്പുഴയിലുള്ള കുട്ടികളാണ് കൂടുതലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ മേ ബി കോയർ ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ അവിടുത്തെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, കൊയർ വേണം, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ വേണം. മേ ബി കളറൊക്കെ വേണമായിരിക്കും, ഡൈസൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും, അങ്ങനെ ഒത്തിരി ഐറ്റംസ് വേണം. പിന്നെ കുറേ മെഷീൻസ് വേണം, ജോലിക്കാർ വേണം. ഇതിൽ തന്നെ ജോലിക്കാർ തന്നെ സ്കിൽഡ് ലേബേഴ്സും വേണ്ടി വരും, അൺസ്കിൽഡ് ലേബേഴ്സും വേണ്ടി വരും. പിന്നെന്താ, അതിന് വേണ്ട വേറെ കുറേ ടൂൾസ് കാണും. ദെൻ ഇത് റെഡി ആയിക്കഴിഞ്ഞ് പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പാക്കിങ്, ആ പാക്കിങ്ങിന് മുന്നേ തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്, ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട കുറേ കമ്പോണൻസ് കാണും, ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് കാണും. അങ്ങനെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ബിസിനസ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് ഏതൊക്കെ ടെക്നിക്ക് വഴി അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ് വഴി ലഭിക്കുന്നു? ഒരു വിവരം, സാധാരണ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? TV കൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൂടെ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുന്നത് വഴി അല്ലെങ്കിൽ ഒരു ടീച്ചർ പറഞ്ഞു തരുന്ന വഴി, ത്രൂ ഫ്രണ്ട്സ്, ദെൻ ത്രൂ ഡിഫറെൻറ്റ് മീഡിയാസ്, അതിൽ തന്നെ ഓൺലൈൻ മീഡിയാസ്, അങ്ങനെ കുറേ രീതിയിൽ നിങ്ങൾക്ക് സാധാരണ ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. അതുപോലെ ബിസിനസ് ഇൻഫർമേഷൻസ് കിട്ടുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഓർ ഫസ്റ്റ് ടെക്നിക് ഇസ് വയ റീഡിങ്. വായനയിലൂടെ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ കിട്ടുന്നു. ഇപ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ്സുകളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ മാഗസിൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രോഷേഴ്സ് ഉണ്ടായിരിക്കും, ആനുവൽ റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒക്കെ വായിച്ചാൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബുക്സ്, റിപ്പോർട്ട്സ് വിച്ച് ആർ അവൈലബിൾ, അതിൽ നിന്നും ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടും. ഇത് കൂടാതെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇൻ്റർനെറ്റ്, ദെൻ ടെലിവിഷൻ ഡിസ്പ്ലേസ്, മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് റീഡേഴ്സ് വഴിയൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നു. ദെൻ ബെനഫിറ്റ്സ് ഓഫ് റീഡിംഗ് മെത്തേഡ്. ഈ റീഡിംഗ് മെത്തേഡ് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? The major benefits of reading method in the process of learning business information are as follows. Benefits ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, it enhances the business related knowledge of the reader and gives him numerous business ideas. നമ്മൾ വായിക്കുന്നത് വഴി നമുക്ക് ആ ഫീൽഡുമായിട്ടുള്ള വിവരം അഥവാ നോളജ് കുറച്ച് കൂടുന്നു റീഡറിന്. അതുപോലെ തന്നെ മേ ബി പുതിയ ഐഡിയാസ്, ബിസിനസ് ഐഡിയാസ് നമുക്ക് കിട്ടും. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഐഡിയാസൊക്കെ നമുക്ക് അവിടുന്ന് വായനയിലൂടെ കിട്ടുന്നു. രണ്ടാമത്തേത്, ഇറ്റ് ഹെൽപ്സ് ദ റീഡർ ഇൻ പ്ലാനിങ് ഹിസ് ബിസിനസ് ഓപ്പറേഷൻസ്. ഇപ്പം നമ്മളൊരു ബിസിനസ് റിലേറ്റഡ് കാര്യം വായിക്കണമെങ്കിൽ നമുക്കതെന്തോ ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ.
അപ്പം മേ ബി റീഡറിന് സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻ റൺ ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ട പ്ലാനിങ്ങിനുള്ള കുറേ ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടും. Then, books are available on different areas of business which give valuable guidance to the reader in his every step towards business. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബിസിനസ്സിൽ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫോൾട്ട് വരാം, എന്തൊക്കെ ഫോൾട്ട് വരില്ല, സക്സസ് ആയ ബിസിനസ്സുകാർ എങ്ങനെ അത് ചെയ്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നു. ദെൻ നാലാമത്തത്, readings on business provide an insight to the reader about the various business concepts and practices and the roles he must play in his business. നമ്മളിങ്ങനെ വായിക്കുന്നത് വഴി റീഡറിന് മനസ്സിലാവുന്നു പല ടൈപ്പിലുള്ള ബിസിനസ് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബിസിനസ് റൺ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഓണറിന് ബിസിനസ്സിലുള്ള റോൾ എന്താണ്, മാനേജേഴ്സിൻ്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ബെനിഫിറ്റ് ഈസ് it gives the reader an overview of the opportunities and threats in business. നിലവിൽ റൺ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, സാധ്യതകൾ എന്തൊക്കെയാണ്, ത്രെറ്റ്സ് എന്താണ്, അവർക്ക് ഉള്ള പോരായ്മകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാണ് നമ്മൾ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലായിരിക്കും. കണ്ണും പൂട്ടി നമുക്ക് ഒരു ദിവസം പെട്ടെന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും പൈസ ഉണ്ട് കയ്യിലെന്നും പറഞ്ഞ് വെറുതെ അങ്ങ് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ വരും വരായികകൾ ചിന്തിച്ച് പ്രോഫിറ്റ് കിട്ടുമോ, ലോസ് ആയിരിക്കുമോ, ആരൊക്കെ ആയിരിക്കും പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ കിട്ടുമോ, എത്ര രൂപ ടേൺ ഓവർ കിട്ടും, അല്ലെങ്കിൽ നഷ്ടമില്ലാണ്ടെങ്കിലും പോകാൻ പറ്റുമോ, അങ്ങനെ പല പല കാര്യങ്ങൾ ചിന്തിച്ച് ആയിരിക്കും പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിലവിൽ ആ ഫീൽഡിലുള്ള ബിസിനസ് റൺ ചെയ്യുന്ന കമ്പനികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കടകളുടെ ഓഫീസുകളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ മെത്തേഡ്, ബിസിനസ് ഇൻഫർമേഷൻ കിട്ടാനുള്ള ആദ്യത്തെ മെത്തേഡ് റീഡിങ്. രണ്ടാമത്തത് ഒബ്സർവേഷൻ. വി ഹാവ് ടു ക്ലോസ്ലി വാച്ച് ദ ബിസിനസ് സിറ്റുവേഷൻസ്. അതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ ചുറ്റും നടക്കുന്ന റൺ ചെയ്യുന്ന ബിസിനസ്സിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു. The investors, traders, business executive and all always observe the changes in the market and business environment for gathering relevant business information. ഈ ഒബ്സർവേഷൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെയാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അപ്പം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്, വി ആർ ദ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നതെന്ന് നമുക്കറിയണ്ടേ. ബിക്കോസ് പ്രോഫിറ്റിൽ പോയാൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഗുണം ഉണ്ടാകത്തുള്ളൂ. എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു കമ്പനി പ്രോഫിറ്റിൽ പോകണം. അതേസമയം ലോസ് ആണെങ്കിലോ ഇൻവെസ്റ്റേഴ്സിനും ലോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ പ്രോഫിറ്റിലോട്ട് പോകുന്നു എന്ന് കണ്ടാൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ എക്സ്ട്രാ ഷെയർസ് വാങ്ങും, അതല്ലെങ്കിൽ നല്ല പ്രോഫിറ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഷെയർസ് നമ്മളങ്ങ് പയ്യെ വിറ്റേക്കും. കാര്യം വാങ്ങിയത് 10 രൂപയ്ക്കായിരിക്കും, ഒരു ഷെയർ 10 രൂപയ്ക്കായിരിക്കും വിറ്റത്. ചിലപ്പോൾ ഒരു ഷെയറിന് 100 രൂപ വരെയൊക്കെ വന്നാൽ ആ ടൈമിന് വിറ്റ് അത് ലാഭമല്ലേ, നമ്മൾ മേടിച്ചതിൻ്റെ 10 ഇരട്ടി ലാഭമാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർ പുതിയത് വാങ്ങും, കുറച്ചുകൂടെ കൂടും എന്നൊരു വിശ്വാസത്തിൽ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അതങ്ങ് വിറ്റേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ട്രേഡേഴ്സ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ എപ്പോഴും അവരുമായി ബന്ധപ്പെട്ട ബിസിനസ്സിനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. അപ്പോൾ ഒബ്സർവേഷൻ വഴിയും നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നു. മാർക്കറ്റിലുണ്ടാകുന്ന മാർക്കറ്റ് ചേഞ്ചസ്, അതുപോലെ ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ചസ് ഒക്കെ ആണ് കൂടുതലും ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻ ഹാൻഡ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ബൈ ദ ലേണർ ബൈ ഹിംസെൽഫ് ബൈ അപ്ലൈയിങ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വേറൊരാൾ ചെയ്തിട്ട് നമ്മളത് മനസ്സിലാക്കുന്നതല്ലല്ലോ, നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ദെൻ മൂന്നാമത്തേത് ലിസണിങ് ടു എക്സ്പേർട്ട് ലെക്ചേഴ്സ്.
നല്ല രീതിയിലുള്ള ലെക്ചേഴ്സ് കേൾക്കുന്നത് വഴി ബിസിനസ് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നു. ഇറ്റ് ഈസ് എ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്, അതും ലിസണിങ് ടു എക്സ്പേർട്ട് ലെക്ചേഴ്സാണ്. ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. ഓക്കെ, but this is considered as a one-way communication because only one person will be speaking throughout the course of lecture. ഈ ലെക്ചർ മെത്തേഡിലെന്ന് വെച്ചാൽ ടു വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വളരെ കുറവാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, ഇത് വൺ വേ അല്ലേ നടക്കുന്നുള്ളൂ. തിരിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ ഞാൻ പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലെ കമൻറ്റ് ബോക്സിലോ വല്ലതായിരിക്കും ഇടുന്നത്. അതും 1-2 പേര് ഇട്ടാലിട്ടു. അതുകൊണ്ട് തന്നെ ഇത് മെയിനായിട്ടൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ് പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ലിസണിങ് ടു എക്സ്പേർട്ട് ലെക്ചേഴ്സ് വഴി വി വിൽ ബി ഗെറ്റിംഗ് ബിസിനസ് ഇൻഫർമേഷൻസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് വയ ഇൻ്റർവ്യൂ. Here, interview means one-to-one interaction or dialogue between the learner and an expert in the field of business. ഒരു ബിസിനസ് ഫീൽഡിലെ എക്സ്പേർട്ടുമായിട്ട് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾ, ആ 2 പേരും തമ്മിൽ ഒരു 1-to-1 കോൺവേഴ്സേഷൻ, മുഖാമുഖം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നു. അപ്പോൾ ഈ മെത്തേഡ് വഴി കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നേരിട്ട് എക്സ്പീരിയൻസ് പേഴ്സണിൽ നിന്നും കിട്ടും. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് മെത്തേഡ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് എല്ലാ ബിസിനസ് എക്സ്പേർട്ടും എല്ലാവർക്കും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുമോ? ഇപ്പം നിങ്ങൾ അംബാനിനെ വിളിക്കുന്നു അല്ലെ ബിർളേനെ വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുവാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വേണം സർ, തരുമോ എന്ന് ചോദിച്ചാൽ തരുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അത്രയും നല്ല രീതിയിലുള്ള ബിസിനസ് എക്സ്പേർട്സുമായിട്ട് ഒരു 1-to-1 ഇൻ്റർവ്യൂ കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ വി വിൽ ബി സോ ലക്കി ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദ വെരി ഗുഡ് ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദാറ്റ് ഫീൽഡ്. ദെൻ 5ാമത്തത് അറ്റൻഡിങ് ബിസിനസ് സെമിനാർസ്. അതൊരു നല്ല ഓപ്ഷനാണ്. നമുക്ക് സെമിനാർസ് അറ്റൻഡ് ചെയ്യുന്നത് വഴി കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു. മേ ബി +2 കഴിഞ്ഞ് ഏത് കോഴ്സിന് ചേരണം എന്ന രീതിയിലുള്ളൊരു ഓറിയൻറ്റേഷൻ കോഴ്സൊക്കെ പലരും ചെയ്തിട്ടുണ്ടാവാം. ഈ കൂട്ടത്തിൽ ചിലർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമിനാറൊക്കെ സ്കൂളിൽ വെച്ചിട്ടൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സെമിനാറിൽ എന്താ സാധാരണ ചെയ്യാറ്? സെമിനാറിൽ 1-2 സ്പീക്കേഴ്സ് കാണും, ദെൻ ഒരു മോഡറേറ്റർ കാണും അല്ലേ. അപ്പോൾ ഈ സ്പീക്കേഴ്സ് വന്ന് എന്തൊക്കെ കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന ഫീൽഡിലുള്ള ഡീറ്റെയിൽസൊക്കെ വന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ടോപ്പിക്കായിരിക്കും, ആ ടോപ്പിക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറയുന്നു. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കും സെമിനാർ കൂടുതലായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, ഒരു 100-ൽ താഴെ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കും സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ വഴി നമുക്ക് ഒത്തിരി അധികം ഇൻഫർമേഷൻസ് കിട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓക്കെ, ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ അവിടെ അവൈലബിൾ ആണ്. പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ദെൻ ആഫ്റ്റർ ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ ആ ഒരു സ്പീക്കർ എത്തും. അങ്ങനെ നമുക്ക് സെമിനാർ വഴി കുറേ അധികം ഡീറ്റെയിൽസ് കിട്ടും. ദെൻ 6ാമത്തത് ഫീൽഡ് വിസിറ്റ് എന്ന് പറയുന്നത്, in this method of learning business information, the investigator personally visits the site of a business to collect the adequate information. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമ്മൾ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നു. അതിനെയാണ് ഫീൽഡ് വിസിറ്റ് എന്ന് പറയുന്നത്. Visiting a business organization or workplace to meet the management and the employees to gather relevant information and evaluate the business situation. അപ്പോൾ നേരിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ പോകുകയോ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ കാണുകയോ മാനേജേഴ്സിനെ കാണുകയോ ഒക്കെ ചെയ്ത് അവരുമായി സംസാരിച്ച് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു.
ഇപ്പോൾ ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാളും നമുക്ക് നേരിട്ട് ചെന്ന് കണ്ടാൽ ആ പ്രോസസ്സ് കൂടുതൽ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ സാധാരണ ടൂറ് പോകാൻ നേരത്ത് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞല്ലേ, IV എന്നും പറഞ്ഞല്ലേ ടൂറ് പോകുന്നത്. ലക്ഷ ട്രിപ്പായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ, ബട്ട് സ്റ്റിൽ നമ്മൾ IV എന്ന പേരിലായിരിക്കും പോവുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറി അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പോകും, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. അപ്പോൾ അവിടെ പോകുന്ന സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ ബുക്കിൽ കിടന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ കേട്ട കാര്യങ്ങൾ, ഒരു ബിസിനസ്സിൻ്റെ പ്രോസസ്സുകൾ ഒക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഇവിടെയും ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഫീൽഡിൽ വിസിറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ഗുഡ്. A field investigation can be defined as a study conducted at the original site as against reading, lecturing and seminar. ഈ റീഡിങ്ങും ലെക്ചറിങ്ങും സെമിനാറും ഒക്കെ വഴി നമുക്ക് കിട്ടുന്നത് വേറൊരാൾ വിസിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വേറൊരാൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്, നേരിട്ടല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഒറിജിനൽ സൈറ്റിൽ പോയി നേരിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ പല ടെക്നിക്സ് ഉണ്ട്. വൺ ഇസ് സർവേയിങ്. നമ്മൾ അവിടെ നേരിട്ട് സൈറ്റിൽ പോയിട്ട് കുറേ ക്വസ്റ്റ്യനെയേഴ്സ് കൊടുത്ത് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് സർവേ ചെയ്യുന്നു, അല്ലെങ്കിൽ സാമ്പിളിങ് ചെയ്യുന്നു, കളക്ടിങ് ഡേറ്റ, മെഷറിങ്, എക്സാമിനിങ്, ക്ലാസിഫയിങ് ആൻഡ് മേക്കിംഗ് റിപ്പോർട്ട്സ് ആൻഡ് ഓൾ. ഇതൊക്കെയാണ് ഫീൽഡ് വിസിറ്റിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇസ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് കേട്ടിട്ടുണ്ടോ? +2 സ്റ്റുഡൻസ്, മേ ബി ICSE കുട്ടികൾക്ക് കേസ് സ്റ്റഡീസ് അറിയാമായിരിക്കും, ഓർ CBSEയിലുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കേസ് സ്റ്റഡീസ് കുറച്ച് പേര് കേട്ട് കാണും, കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവില്ല. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് പ്രാക്ടീസിങ് business situation or a firm in an industry instead of focusing on the entire aspects of the industry as a whole. നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നത് ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, മേ ബി ഒരു എംപ്ലോയി HR മാനേജറുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞുപോയി, അതൊരു ഇൻസിഡൻ്റ് അല്ലേ? ആ കമ്പനിയെ പറ്റി മൊത്തവും പഠിക്കാതെ ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി മാത്രം അല്ലെങ്കിൽ ആ ഒരു കേസിനെ പറ്റി മാത്രം പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു കേസിനെ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റയർ ആസ്പെക്ട്സ് അല്ലായിരിക്കും, പകരം ചെറിയൊരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഓഫ് എ ബിസിനസ് സിറ്റുവേഷൻ. അതാണ് പറഞ്ഞത്, ബിസിനസ് സിറ്റുവേഷനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ടു ഡിറ്റർമൈൻ ദി കോസ് ഓഫ് ഇറ്റ്സ് ഒക്കറൻസ്, സക്സസ് ഓർ ഫെയിലിയർ. എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എന്തുകൊണ്ട് ഒക്കർ ചെയ്തു, ഇതുകൊണ്ട് നമുക്ക് ഗുണമാണോ ദോഷമാണോ, അതല്ലെങ്കിൽ വേറെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ജസ്റ്റ് ഒരു നെഗറ്റീവ് കേസാണ് പറഞ്ഞത്. അതല്ലാണ്ട് മേ ബി പോസിറ്റീവ് കേസസ് കാണും. നമ്മൾ പുതിയൊരു വർക്ക് ചെയ്യുന്നതോ പുതിയൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതോ ഒക്കെ അതൊരു കേസാണ്. അപ്പോൾ ആ കേസിൽ ആ പ്രോഡക്റ്റ് സക്സസ് ആകുമോ ഫെയിലിയർ ആകുമോ, ഇതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവുമോ, കൂടുതൽ പൈസ കിട്ടുമോ, ഗെയിൻ ആയിരിക്കുമോ ലോസ് ആയിരിക്കുമോ, കസ്റ്റമേഴ്സ് ഇത് പ്രിഫർ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാൻ കാണും ആ ഒരു പർട്ടിക്കുലർ കേസുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്ത്. അങ്ങനെയുള്ള സ്റ്റഡിയാണ് കേസ് സ്റ്റഡി. ദിസ് ഈസ് ഓൾസോ എ മെത്തേഡ് ടു കളക്ട് ബിസിനസ് ഇൻഫർമേഷൻ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അല്ലേ അത്. അപ്പോൾ ഇതിങ്ങനെ കേസ് സ്റ്റഡീസ് നമ്മൾ സാധാരണ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുവാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ ഒറിജിനലായിട്ട് ഒരു സ്ഥലത്ത് നടന്ന കാര്യം കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ഓക്കെ, BBAയിലും MBAയിലും ഒക്കെ കമ്പൽസറി ആയിട്ട് കേസ് സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുണ്ടാവും. BComൽ അത്രയ്ക്ക് കമ്പൽസറി അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ സാധാരണ ക്ലാസ് റൂം ലെക്ചറിങ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് കൊണ്ട് തരാറുണ്ട്. ഒരു പ്രിൻറ്റഡ് പേപ്പർ കൊണ്ട് തരും, എന്നിട്ട് നിങ്ങളോട് ആ കേസ് വായിക്കാൻ പറയും. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടും. അറ്റ് ലാസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് കാണും കേസ് സ്റ്റഡിയുടെ ലാസ്റ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ HR മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു എംപ്ലോയി കാണിച്ചത് ശരിയാണോ, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ നിങ്ങൾ കാണുന്നു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വായിക്കുമ്പോൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും.
എന്നിട്ട് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളത് ആൻസർ ചെയ്യണം. ഫോക്കസിങ് ദ തിയറി പാർട്ട് ഓൾസോ. അതാണ് നമ്മൾ കോളേജിൽ ചെയ്യാറുള്ള കേസ് സ്റ്റഡി. സാധാരണ MBAക്കൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് essay ക്വസ്റ്റ്യൻ ആയിട്ട് 10 മാർക്സ് 15 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പൽസറി കേസ് സ്റ്റഡി ഉണ്ടാവാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തൽക്കാലം എക്സാമിന് കേസ് സ്റ്റഡിയൊന്നുമില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. വൺസ് വി സ്റ്റാർട്ട് ദി റെഗുലർ ക്ലാസ് ഐ വിൽ ഷ്യൂർലി ഷോ യു എ കേസ് സ്റ്റഡി. കേട്ടോ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയാൻ നേരത്ത്, റെഗുലർ ക്ലാസ് എപ്പോൾ തുടങ്ങും എന്നറിയില്ല, തുടങ്ങി കഴിയുമ്പോൾ കേസ് സ്റ്റഡിയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചൊക്കെ തരാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നോട്ട്സ്, ഇന്ന് കുറച്ച് പോർഷൻസേ നമ്മൾ ഒറ്റ ടോപ്പിക്കേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ ടോപ്പിക്ക് നല്ല രീതിയിലിരുന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ലെക്ചർ നോട്ട്സ് എഴുതി ഉണ്ടാക്കുക. ഇത് ഫുള്ള് ഒരു ലെറ്റർ പോലും വിടാണ്ട് എഴുതണം എന്നൊന്നും ഞാൻ പറയത്തില്ല. പകരം നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങൾ, ഹെഡിങ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. ഹെഡിങ്സിൻ്റെ അടിയിൽ ഓരോ ഹെഡിങ്സിൻ്റെയും സാരാംശം എന്താണ് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ടാക്കി 2-3 പോയിൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ 2-3 സെൻറ്റൻസ് ആയിട്ടോ എഴുതി നോട്ട് സബ്മിറ്റ് ചെയ്യുക. നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻ ബിറ്റ്വീൻ 5 PM ആൻഡ് 6 PM. ആ ടൈമിന് ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് തരാം. കഴിവതും PDF ആയിട്ട് തന്നെ ആ ടൈമിന് ഇടുക. സപ്പോസ് ആ ടൈമിന് തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഓർ എനി അതർ എമർജൻസീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫോൺ ഓഫായിപ്പോയി, കറണ്ട് ഇല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ once you are able to text me, പ്ലീസ് മെസ്സേജ് മീ ഇൻഡിവിജ്വലി. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി, അതോർത്ത് വെറി ചെയ്യണ്ട. അപ്പം നമുക്കൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതോർത്ത് പേടിക്കണ്ട. പക്ഷെ അങ്ങനെ അല്ലാതെ റെഗുലറായിട്ട് നോട്ട് പോസ്റ്റ് ചെയ്യാത്തവരുടെ പേര് നമ്മൾ നോട്ട് ചെയ്യും, പേരൻസിനെ വിളിച്ച് ഇൻഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണ് ഇടാത്തതെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലി അയച്ചിട്ട് റീസൺ കൂടെ ഇട്ടാൽ മതി. ഐ വിൽ കൺസിഡർ ദാറ്റ്. അപ്പോൾ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല എങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ റിഗാർഡിങ് ദ സെയിം. ദെൻ കുറച്ച് കുട്ടികൾ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, +2 സയൻസ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നു എന്നൊക്കെ. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നേണ്ട ഒരു സബ്ജക്റ്റ് അല്ല മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽസ്, നമ്മുടെ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ദിവസം തന്നെ നമുക്കൊരു ലൈവ് ഇൻട്രാക്ഷൻ സെഷൻ വെക്കാം. എനിക്ക് ഇന്നും ഫുൾ ഡേ ലൈവ് ക്ലാസ് ഉണ്ട് നിങ്ങളുടെ സീനിയേഴ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ലൈവിൽ വരാൻ പറ്റാത്തത്. ഇന്ന് 9:30 to 3:30 എനിക്ക് ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.